ചെറുക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ചെറുക്കണം, അല്ലെങ്കിൽ അതിന് പകരം എന്താണ് സാധ്യത എന്നുള്ളതാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും അവരുപയോഗിക്കുന്നത് പുതിയൊരു സാങ്കേതിക വിദ്യയാണ്. നമ്മൾക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഇന്റർനെറ്റ്, നമ്മൾ ഇന്റർനെറ്റ് മറ്റും കൊടുക്കുന്നത് ഇപ്പൊ നമുക്കറിയാം, ഏതാണ്ട് 480 ചില്ലാനം അണ്ടർ കടലിനടിയിലൂടെയുള്ള കേബിളിലൂടെ, ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിലൂടെ ഏതാണ്ട് 13 ലക്ഷം കേബിളാണ് ലോകത്ത് ആകമാനം ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ ഇന്റർനെറ്റിന് വേണ്ടിയിട്ടുള്ള ബാക്ക് ബോൺ ആയിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് പകരം ഈ കേബിളിന്റെ ടെർമിനേഷൻ എത്തുന്ന, അല്ലെങ്കിൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ടെർമിനേഷനുകൾ എത്തുന്ന സ്ഥലത്ത് മാത്രമേ ഇന്റർനെറ്റ് ലഭ്യമാകുന്നു എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അതേമാതിരി ഈ ബാക്ക് ബോണിൽ ഉപയോഗിക്കുന്ന ഫൈബർ ഒപ്റ്റിക്കൽ കേബിളില് പ്രകാശത്തിന്റെ വേഗത ഫൈബർ ഒപ്റ്റിക്കൽ കേബിളിൽ പ്രകാശം സഞ്ചരിക്കുന്നത് ഏതാണ്ട് 2 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അതേസമയത്ത് വായുവിലൂടെ അല്ലെങ്കിൽ ഒരു ശൂന്യാകാശത്തൂടെ ഈ പ്രകാശം സഞ്ചരിക്കുന്നത് 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡാണ്. അപ്പൊ അതിനനുസരിച്ച് കൂടിയ ലാറ്റൻസി കുറഞ്ഞ ഒരു സാധ്യത നമ്മൾ ഈ ആകാശത്തുകൂടിയുള്ള സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാൻസ്ഫർ ചെയ്താൽ സാധ്യമാണ്. അപ്പൊ അതിനെന്താണ് ആവശ്യം? അപ്പൊ അതിന് നമ്മൾ സാധാരണ ബ്രോഡ്കാസ്റ്റിംഗ് സാറ്റലൈറ്റുകളൊക്കെ നമുക്കറിയാം. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഏതാണ്ട് 35,000 കിലോമീറ്റർ മുകളിൽ സ്ഥാപിക്കുന്ന ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്റർനെറ്റ് കൊടുക്കുവാൻ ശ്രമിച്ചാൽ വലിയ ലാറ്റൻസി ആയിരിക്കും. അപ്പൊ നമ്മളൊരു സംസാരം, അല്ലെങ്കിൽ ഒരു ബ്രോഡ്കാസ്റ്റിംഗ്, ഒരു വീഡിയോ സ്ട്രീമിങ്ങിനൊക്കെ ഭയങ്കര ലാഗ് തോന്നുന്ന ഒരു സംഭവമായിരിക്കും അതിലൂടെ നമുക്ക് ലഭ്യമാവുക. അപ്പൊ ഇതിനൊരു സാധ്യത എന്ന് വെച്ചാൽ ഈ 35,000 കിലോമീറ്റർ മുകളിലുള്ള ഈ സാറ്റലൈറ്റിന് പകരം ഒരു 500-550 കിലോമീറ്റർ ഉയരത്തിൽ സാറ്റലൈറ്റുകൾ സ്ഥാപിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഒരു ഭൂമിയിലേക്ക് ബീം ചെയ്യുന്ന വളരെ ചെറിയൊരു ഏരിയ ആയിരിക്കും. അപ്പൊ ഇത്തരം കുറേ സാറ്റലൈറ്റുകൾ വേണം. അപ്പൊ ഈ ലോ എർത്ത് ഓർബിറ്റ് എന്നുള്ള ആ ഓർബിറ്റുകൾ ഏതാണ്ട് 48,000 സാറ്റലൈറ്റുകൾ സ്ഥാപിച്ച് അതിലൂടെ സാറ്റലൈറ്റ് ബേസ്ഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുക എന്നുള്ളതാണ് ഈ സ്പേസ് എക്സ് എന്ന എലോൺ മസ്ക് സ്ഥാപിച്ച സ്ഥാപനം ലക്ഷ്യമിടുന്നത്. അത് അവരുടെ സ്റ്റാർലിങ്ക് എന്ന പ്രോജക്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. യഥാർത്ഥത്തിൽ ഇത് നടക്കും. ഇതിങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള അവര് 2016 പ്രോജക്റ്റ് തുടങ്ങുന്നത്. 2019 അവരതിന്റെ പ്രോട്ടോടൈപ്പ് വിക്ഷേപിച്ചിട്ടുണ്ട്. അതിനവർക്ക് സഹായകമായിട്ട് അവരുടെ സ്പേസ് എക്സിന്റെ ഇനീഷ്യൽ മിഷനിലൂടെ തന്നെ വന്ന ഫാൽക്കൺ പോലുള്ള ഡ്രാഗൺ ഷിപ്പ് പോലുള്ള സ്പേസ് ഷിപ്പുകളുടെ ഒക്കെ സഹായം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫാൽക്കൺ 9 ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഈ ലോ എർത്ത് ഓർബിറ്റില് അത് ഈ സാറ്റലൈറ്റിനെ അവിടെ ഉപയോഗിച്ചിട്ട് അതിനുശേഷം അതിന് തിരിച്ചു വരാൻ സാധ്യമാണ്. അപ്പൊ അത് തന്നെ ഒരു തവണ അയക്കുമ്പോൾ തന്നെ 50-60 സാറ്റലൈറ്റിന് ഒന്നിച്ച് അയക്കാം. അപ്പൊ ഈ ഓൾറെഡി സ്റ്റാർലിങ്ക് ഏതാണ്ട് 7,000-ഓളം സാറ്റലൈറ്റ് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അതിൽ 500 ഇപ്പൊ ലൈവാണ്. ഏതാണ്ട് 60 രാജ്യങ്ങളോളം ഈ സ്റ്റാർലിങ്കിന്റെ സേവനം ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഇത് സ്റ്റാർലിങ്ക് മാത്രമല്ല, ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വേറെ പ്രോജക്റ്റുകളും ഉണ്ട്. ഇപ്പൊ ചൈന സർക്കാരിന്റെ ഗോവാങ് എന്നുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. അവര് ഏതാണ്ട് 100ഓളം ലൈവ് സാറ്റലൈറ്റ് ഇപ്പൊ ബഹിരാകാശത്ത് അവര് കുറച്ചും കൂടി ഓർബിറ്റാണ്. അവര് സ്റ്റാർലിങ്കിനേക്കാളും കുറച്ചും കൂടി ഉയരം കൂടിയ ഒരു ഓർബിറ്റിലാണ് അവരുടെ സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നത്. അപ്പൊ അവരൊരു 13,000 സാറ്റലൈറ്റ് വിക്ഷേപിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. സ്റ്റാർലിങ്കിന് 48,000 ലക്ഷ്യം വെച്ചെങ്കിലും FCCയുടെ, അതായത് ഫെഡറൽ കമ്മ്യൂണിക്കേഷൻ കൗൺസിലിന്റെ അനുമതി ഇതുവരെ 12,000 സാറ്റലൈറ്റിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ അവിടെ അതേപോലെ തന്നെ ആമസോണിന്റെ കൂപ്പിയർ, അതേമാതിരി വൺ വെബ് എന്നുള്ള വേറൊരു സ്ഥാപനം, ഇങ്ങനെ കുറെ സ്ഥാപനങ്ങൾ ഈ രീതിയിൽ ഈ സാറ്റലൈറ്റ് ബേസ്ഡ് മൊബൈലിന്റെ സാധ്യതകൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ
ലോ ഓർബിറ്റ്, ഭൂമിക്ക് ചുറ്റുമുള്ള ബഹിരാകാശത്തിന്റെ ആദ്യത്തെ ഒരു ലെയർ. ആ ലെയർ ബഹിരാകാശത്തുനിന്നില്ല, ബഹിരാകാശത്തിന്റെ പിന്നെ ആകാശത്തിനിടയിലുള്ള ഒരു സ്ഥലം എന്ന് നമുക്ക് പറയാം. അപ്പൊ ആ ലെയറില് അത് ആരുടെ സ്വന്തമാണ്? ആ ലെയറിൽ ഇത്രയും 48,000 അല്ലെങ്കിൽ പോട്ടെ 12,000 അല്ലെങ്കിൽ ഇപ്പൊ നിക്ഷേപിച്ച 5,800 സാറ്റലൈറ്റുകൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇത് അവിടെ എത്ര ഡബ്രീസ് ഉണ്ടാവും? അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം എന്താണ്? ഇത് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ പിന്നെ പ്രവർത്തന ഫലമായിട്ട് തന്നെ ഇത്ര വരുന്നു. ഈ അടുത്ത് പിന്നെ ഒരു സ്പേസ് ഷിഫ്റ്റ്, പിന്നെ ഒരു സ്പേസിലുള്ള ഒരു ഷിപ്പ്, നമുക്ക് ബഹിരാകാശ യാത്രക്കാരൊക്കെ പോകുന്ന ഷിപ്പിൽ ഈ സാറ്റലൈറ്റ് വന്ന് ഇടിച്ചിട്ട് അതിന്റെ പ്രവർത്തനം നിലച്ചുപോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ഈ എല്ലാവരുടെയും പൊതുസ്വത്തായിട്ടുള്ള ഈ ഓർബിറ്റ് സ്പേസ് ഒരു സ്ഥാപനം മാത്രം ഉപയോഗിക്കുന്നു. അപ്പൊ ഈ രീതിയിൽ ഇവിടെ ഒരു റെഗുലേഷൻ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഈ പൊതുവായിട്ടുള്ള ഈ ഓർബിറ്റൽ സ്പേസ് അത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒരു പൊതു സംവിധാനത്തിലൂടെ വരേണ്ടതാണല്ലോ സ്വാഭാവികമായിട്ടും. അതിവിടെ സംഭവിക്കുന്നില്ല.